മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ. വാർത്തകൾ വിശദമായി. കടത്തനാട്ടിലെ ഓണത്തിന് മാറ്റേകി നെട്ടൂർ പന്തീരടിയിൽ ഈ വർഷവും ഓണപ്പൊട്ടന്മാർ കൂട്ടത്തോടെ എത്തി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പന്തീരടിക്കാരനവരും മലയ സമുദായക്കാരനവരും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടിയുടെ ഭാഗമായാണ് ഇന്നും ഓണപ്പൊട്ടന്മാർ ഒന്നിച്ച് പന്തീരടിയിൽ എത്തുന്നത്. മലയ സമുദായക്കാരാണ് മാവേലിയുടെ പ്രതിരൂപമായ ഓണപ്പൊട്ടൻ കിട്ടുന്നത്. പണ്ടുകാലത്ത് മലയ സമുദായക്കാർ ഓണപ്പൊട്ടൻ കെട്ടി പന്തീരടി തറവാട്ടിലെത്താൻ ഏറെ താമസിക്കും. അതിന്റെ കാരണം തിരക്കിയപ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്നും നടന്ന് പന്തീരടി എത്താൻ ഏറെ വൈകുമെന്നാണ് മനസ്സിലാക്കിയത്. കാരണവർ പന്തീരടിക്ക് അടുത്തു തന്നെ വെള്ളോലിപ്പൽ എന്ന ഒരു പ്രദേശം മലയ സമുദായക്കാർക്ക് താമസിക്കുന്നതിനായി വിട്ടു നൽകി. ഒരു ഉടമ്പടി മാത്രം ഓണപ്പൊട്ടൻ കെട്ടിയാൽ ആദ്യം പന്തീരടി എത്തണം. വെള്ളോലിപ്പിൽ എന്ന സ്ഥലത്ത് താമസമാക്കിയ മലയ സമുദായക്കാർ പിന്നീട് ഇങ്ങോട്ട് ഓണപ്പൊട്ടൻ കെട്ടിയാൽ ആദ്യം പന്തീരടി എത്തും. അവിടെ നിന്നും നെട്ടൂർ ക്ഷേത്രത്തിൽ വണങ്ങിയ ശേഷം അരിയും പുടവയും സ്വീകരിച്ച് അരിയെറിഞ്ഞ് തറവാട്ടിലുള്ളവരെ അനുഗ്രഹിച്ചതിനു ശേഷം മാത്രമേ മറ്റ് ഇടങ്ങളിലേക്ക് പോകാറുള്ളൂ. നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും വെള്ളോലിപ്പിൽ നിന്നും ഓണപ്പൊട്ടന്മാർ ആദ്യം കൂട്ടത്തോടെ പന്തീരടിയിൽ എത്തുന്നു. ഈ വർഷം 8 പേരാണ് ഓണപ്പൊട്ടൻ കെട്ടി പന്തീരടിയിൽ എത്തിയത്. കൂട്ടുകുടുംബ വ്യവസ്ഥിതി നിലനിന്നിരുന്ന പന്തീരടി എട്ടുകെട്ടിൽ നിലവിൽ താമസക്കാർ ഇല്ലെങ്കിലും അവകാശികൾ എട്ടുകെട്ടിന്റെ പഴമയുടെ തനിമ നഷ്ടപ്പെടാതെ സംരക്ഷിച്ചു പോരുന്നു. ഓണപ്പൊട്ടന്മാരെ സ്വീകരിക്കാൻ അവകാശികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇന്ന് പന്തീരടി എട്ടുകെട്ടിൽ എത്തിയത്. ഓണ ദിവസമാണ്, ഉത്രാടം നാളിലാണ്. ഇതിൽ ഉത്രാടം നാളിൽ ഇവിടെ വെള്ളോലിപ്പിൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഇവിടെ പുറപ്പെടുന്ന എല്ലാ ഓണേശ്വരന്മാർ അവർ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ അരിയെറിഞ്ഞ് അവർ അനുഗ്രഹിച്ചതിന് ശേഷം മാത്രമേ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാറുള്ളൂ. അതിന് പിന്നിലുള്ള ചരിത്രം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന മലയ സമുദായക്കാരാണ് ഈ വേഷം കിട്ടുന്നത്. അവർ വടയത്തായിരുന്നു താമസം. വടയത്ത് നിന്ന് പിറ്റേ ദിവസം, അതായത് തിരുവോണ ദിവസം വൈകിട്ടാകുമ്പോഴേക്കേ പലപ്പോഴും ഇവിടെ എത്താറുള്ളൂ. അപ്പോഴേക്ക് അവരുടെ ആ ഫ്രഷ്നെസ്സൊക്കെ പോയിട്ടുണ്ടാകും. അതുകൊണ്ട് അന്നത്തെ കാരണവർ പറഞ്ഞു ഇതിനൊരു സമാധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ അവരാവശ്യപ്പെട്ട് ഞങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളോലിപ്പിൽ എന്ന് പറയുന്നൊരു കുന്ന് മുഴുവനായിട്ട് അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. അവരുടെ സന്തതി പരമ്പരകളാണ് ഇപ്പോൾ ഈ വേഷം കിട്ടുന്നത്. അന്നുള്ള ഉടമ്പടി കാരണവരുമായിട്ടുള്ള ഉടമ്പടി പ്രകാരം കർക്കിടക മാസത്തിലെ കാലൻ, വേടൻ, ശിവോതി, ഓണപ്പട്ടം തുടങ്ങിയിരിക്കുന്ന എല്ലാ വേഷധാരികളും ഇവിടെ വന്നതിന് ശേഷം അതേശേഷം തൊട്ടടുത്ത കാരണവരുടെ ഗൃഹമായിരിക്കുന്ന കപ്പക്കാട് അവിടെയും സന്ദർശിച്ചതിന് ശേഷം മാത്രമേ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നുള്ളൂ. അത് ആചാരങ്ങൾ ഇപ്പോഴും പിന്തുടരുന്നു.